നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. PV അൻവറിന്റെ ആരോപണങ്ങൾ ചെന്ന് തറച്ചിരിക്കുന്നത് എവിടെയാണ്? CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഇഴകീറി വിമർശിക്കപ്പെടുന്നത് ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയുമാണ്. ഈ പോലീസെങ്കിൽ ഇനി ഭരണമില്ലെന്ന് പ്രതിനിധികൾ വിളിച്ചു പറയുന്നു. PV അൻവറിന്റെ ആരോപണങ്ങൾ പിണറായി വിജയൻ കൂടി ഉൾപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ഇങ്ങനെ സമ്മേളന കാലത്ത് വിമർശനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പിണറായി വിജയൻ മാറുകയാണോ? പാർട്ടിക്കകത്ത് പുതിയ സമവാക്യങ്ങൾ ഉരുത്തിരിയുന്നത് സമ്മേളന കാലമാണോ ഈ കടന്നു പോകുന്നത്? അൻവറുടെ യുദ്ധം ആരെ വീഴ്ത്താനാണ്? ന്യൂസ് ഈവനിംഗ് തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എ സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ശ്രീ എ സജീവൻ സാർ, ഇത് മൂന്നാം ദിവസമാണ് തുടർച്ചയായി നമ്മൾ ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും ഈ വിവാദം, അതായത് അൻവർ തുടങ്ങി വെച്ച വിവാദം, അത് പല രൂപത്തിലേക്ക് മാറുന്നതാണ് കാണുന്നത്. ഇന്നിപ്പോൾ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ഈ പോലീസിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് ഓഫീസിനെയും പോലീസിനെയും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. എങ്ങനെയാണ് താങ്കൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉയരുന്ന വിമർശനങ്ങളെ താങ്കൾ കാണുന്നത്? ഇതൊരു അൻവർ ഇഫക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാരെയൊക്കെയാണ് തൃപ്തിപ്പെടുത്തുന്നുണ്ടാവുക പാർട്ടിയിൽ? ഗോപീകൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഏതാണ്ട് CPM-നെ, ഈ സംസ്ഥാന സർക്കാരിനെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിൽ ഓരോന്നിലും പുതിയ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഈ അൻവറിൻ്റെ വെളിപ്പെടുത്തലുണ്ടാവുന്നത്. ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്ന ദിവസമാണ് അൻവറിൻ്റെ വെളിപ്പെടുത്തലുണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയുള്ള ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഒരു ADGP-യും ഒരു SP-യും മാത്രം നടത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആരോപണം മാത്രമല്ല, അത് തടയിടേണ്ട സർക്കാരിൻ്റെ പ്രതിനിധിയായ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള വ്യക്തി ഇക്കാര്യത്തിൽ ഒന്നും നിലപാടെടുത്തില്ല. ആ സർക്കാരിന് വേണ്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ആരോപണം കൂടി അൻവർ ഉയർത്തിയിട്ടുണ്ട്. അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയാൽ പോലും ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് CPM-ന്റെ സമ്മേളനങ്ങൾ വരും. കാരണം പാർട്ടി നേരത്തെ തീരുമാനിച്ച് തന്നെ, ഈ സമ്മേളനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പാർട്ടി തീരുമാനിച്ച് തെറ്റ് തിരുത്തണമെന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ EP ജയരാജനെതിരെയുള്ള നടപടിയെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നടപടിയുടെ ഭാഗം ഞങ്ങൾ പാർട്ടി നടപടിയൊന്നും അല്ലാതെ വേണമെങ്കിൽ അവർക്ക് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെ പറ്റും. പക്ഷെ എന്നാൽ പോലും EP ജയരാജനെ പോലെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക അഭ്യർത്ഥനയില്ലാതെ, അദ്ദേഹം അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക അഭ്യർത്ഥനയില്ലാതെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സംസ്ഥാന സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാതെ നേരെ വീട്ടിലേക്ക് പോകുന്നു. മാധ്യമപ്രവർത്തകർ കാണുന്നില്ല, മുഖം തിരിച്ചിട്ട് വീടിനകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിലപാട്, ഈ തീരുമാനത്തോട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം വ്യക്തമാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയ CPM ഇക്കാര്യത്തിൽ, ഇത് പാർട്ടിയുടെ കാര്യം മാത്രമല്ല, ഭരണത്തിൽ പാർട്ടിയുടെ മുഖച്ഛായ സംരക്ഷിക്കേണ്ടത് ഭരണത്തിൻ്റെ നന്മയാണ്. ആ നന്മ ഉണ്ടാവേണ്ടിടത്ത് വേണ്ട രീതിയിൽ മുഖ്യമന്ത്രിയെ ഉപദേശിക്കേണ്ട ആൾ ആ രീതിയിൽ ഉപദേശിച്ചില്ല എന്നുള്ളതാണ് അൻവർ ഉയർത്തുന്നത്. അൻവർ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒരു കാര്യം, ഇപ്പോൾ താങ്കൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട EP ജയരാജന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനം EP ജയരാജന് നഷ്ടപ്പെടാൻ കാരണം BJP കൂട്ടുകെട്ട് ആരോപിച്ചാണ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ്. സമാന സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും ഉയർത്തുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ചെയ്തത്. എന്താണ് അത്? ഈ ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്താൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി നിയോഗിച്ചു എന്നതായിരുന്നു ആ ആക്ഷേപം. അതായത് BJP RSS ബന്ധമാണ് ഇടതുമുന്നണി കൺവീനർ, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ മാറ്റി നിർത്താൻ കാരണമായതെങ്കിൽ സമാന സ്വഭാവത്തിലുള്ള ആരോപണം മുഖ്യമന്ത്രിയും നേരിടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ സ്ഥലത്ത് നിന്ന് തൊടുത്തുവിടുന്നതാണോ ഈ ആയുധങ്ങളൊക്കെ? ഒരുപക്ഷെ തീർച്ചയായിട്ടും ഗോപീകൃഷ്ണൻ പറഞ്ഞ പോലെ ഇത് ഒരേ ലക്ഷ്യത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് എഴുതിവിട്ട കാര്യങ്ങളായിരിക്കാം.
പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇ പി ജയരാജനെതിരെ നടപടി എടുക്കേണ്ടി വന്നു? അതൊരു ആരോപണമായിട്ട് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചപ്പോൾ ഉണ്ടായതല്ല. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം ഇ പി ജയരാജൻ സമ്മതിക്കുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് എന്ന്. രാഷ്ട്രീയം പറഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ പോലും അത് മതി, ഒരു വലിയ കുറ്റസമ്മതമാണത്. ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അത് ഓൺ ചെയ്യുകയാണ്. ഇവിടെ അതില്ല. ഇവിടെ അൻവർ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ബി ജെ പിക്കാരെ കണ്ടു എന്ന് പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവ് കുറേ കൂടി അപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഒരു കാഴ്ചക്കാരനെ പോലെ ഇന്ന രീതിയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് കൊണ്ട് ആരോപണം മാത്രമായിട്ട് നിൽക്കുന്നുള്ളൂ. അത് ഇതേപോലെയാണ്. പക്ഷേ ലക്ഷ്യമൊന്നായിരിക്കാം. ഗോപീഷൻ പറഞ്ഞു, അതിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു. ആ ലക്ഷ്യം തന്നെ ആയിരിക്കാം അത് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രാഞ്ച് സമ്മേളനത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ച് തീർച്ചയായിട്ടും ഓരോ പാർട്ടി ഘടകവും പ്രശ്നങ്ങൾ ഘടകം യോഗം ചേരുന്ന സമയത്ത് അതുവരെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുവരെ പാർട്ടിയെ ബാധിച്ച പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തെ നേതാക്കന്മാരും പ്രവർത്തകരും ഏതൊക്കെ രീതിയിൽ വഴിവിട്ടു പോകുന്നു, പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ പാർട്ടി തത്വങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, അതൊക്കെ ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ വിമർശനം ഏൽക്കുന്നയാൾ സ്വയം വിമർശനം നടത്തുകയൊക്കെ ചെയ്യും. അതാണ് പാർട്ടിയുടെ രീതി. ആ രീതി അനുസരിച്ച് പോകുമെന്നാണ് വിചാരിക്കുക. കാരണം അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു HMV പാർട്ടിയായിട്ട് ഇത് മാറും. HMV പാർട്ടിയാവുന്ന ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് എല്ലാ പാർട്ടി അംഗങ്ങളും ഓരോ ഘടകത്തിലെയും അംഗങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് തത്വത്തിനനുസരിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് രീതിക്കനുസരിച്ചുള്ള ഒന്നായിട്ട് മാറില്ല. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഇതുവരെ നടന്നുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം ഇത് വളരെ ശക്തമായിട്ട് ചർച്ചയായിട്ട് വന്നിരിക്കും. എവിടെയെങ്കിലും ചർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ബ്രാഞ്ചിനെ നമ്മൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ലോക്കലിനെയും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഏരിയ കമ്മിറ്റിയെയും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ജില്ലാ കമ്മിറ്റിയെയും ഒക്കെ നമ്മൾ HMV കമ്മിറ്റികളെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഉള്ള കമ്മിറ്റികൾ ധാരാളം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത്തരം ഒരു നിർണായകമായ കുറേ പ്രശ്നങ്ങൾ പലപ്പോഴും CPM ഉണ്ടാവാറുള്ള പ്രശ്നം, ഭരണം കിട്ടുമ്പോൾ ഒന്നുകിൽ CITU ആയിരിക്കും തലവേദനയായിട്ട് മാറുക, അല്ലെങ്കിൽ DYFI ആയിരിക്കും, അതല്ലെങ്കിൽ SFI ആയിരിക്കും. ഇവിടെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് പോലീസ് വലിയൊരു പ്രശ്നമായിട്ട് കീറാമുട്ടിയായിട്ട് മാറുന്നു. മൊത്തം വകുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് വകുപ്പുകൾ എടുത്ത് വ്യത്യസ്തമായിട്ട് ആരോപണ വിധേയമായിട്ടുള്ള വകുപ്പ് ആയിട്ട് ആഭ്യന്തര വകുപ്പ് മാറുന്നു. ഇതൊക്കെ ചർച്ച ചെയ്തില്ലെങ്കിൽ ആ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. സജീവൻ സാർ, ഞാൻ ഒരു നിമിഷം ഇപ്പോൾ വരാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത് തത്സമയം. അദ്ദേഹത്തിന്റെ കാല് പോലീസുകാർ ബൂട്ട്സ് ഇട്ടാണ് ചവിട്ടിയത്, ചെരുപ്പില്ലാതിരുന്ന കാലിൽ. ക്രൂരമായിട്ടാണ് മർദ്ദനം നടന്നിരിക്കുന്നത്. ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് കന്റോൺമെന്റിലെ ഒരു SI, പഴയ DYFIക്കാരുടെ ഒരു ജിജുവാണ്. കാരണം CPM നേതാക്കന്മാർക്കെതിരായി ആരോപണം ഉന്നയിച്ചതിന്റെ പ്രതികാരമാണ് കുട്ടികളെ അടിച്ചു തീർക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ്. നവകേരള എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ്. ഈ ജിജു എന്ന് പറയുന്ന SI മ്യൂസിയം SI ആയിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് DYFIക്കാർ കടന്നു കയറി അവിടെ അക്രമം ഉണ്ടാക്കിയിട്ട് അവർക്ക് ജാമ്യത്തിൽ കേസ് വിട്ടു കൊടുത്തത്. അപ്പോൾ ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ പാർട്ടിക്കാരായ പോലീസുകാരെ വെച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ സമരങ്ങളെ നേരിടുന്നത്. സമരങ്ങളെ ഇതുപോലെ അടിച്ചമർത്താൻ പറ്റില്ല എന്ന നവകേരള സദസ്സിന്റെ കാലത്ത് ബോധ്യപ്പെട്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ കൂടെ ആയിരുന്നു. ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഈ കറുത്ത പാട് നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല. നിങ്ങൾ മാഫിയകളെ സംരക്ഷിക്കുകയാണ്. ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൈക്കൂലി, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ടാണ് ചെയ്യുന്നത്. CBI നടത്തണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും കോഴിക്കോടത്തെ മാമിയുടെ കൊലപാതകത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ
ഈ കൊലപാതകവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് ഭരണകക്ഷി MLA തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരെ CBIക്ക് കൊടുക്കണം ഈ കേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയിൽ പോയിട്ട് പോലും ഇപ്പോഴും ആ കേസ് വേണ്ടിയിട്ടാണ് ശ്രമം നടക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണമാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നത്. മാത്രമല്ല BJPയുമായിട്ടുള്ള ബാന്ധവം, അവിഹിത ബാന്ധവം, സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും BJPയുമായിട്ടുള്ള അവരെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതുപോലെ തൃശ്ശൂർ പൂരം അടിച്ച് കലക്കി, തൃശ്ശൂർ പൂരം കലക്കി ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJPയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം അവരുണ്ടാക്കി കൊടുത്തു. BJP ഒരു കാര്യം അറിയണം, ജനങ്ങളിപ്പോൾ തിരിച്ചറിയണം, അവർ ഹിന്ദുക്കളുടെ സംരക്ഷകരല്ല. ഉത്സവം അടിച്ചു പൊളിച്ചും CPMവുമായിട്ട് ബന്ധമുണ്ടാക്കിയും എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ നിന്നുകൊടുത്ത ആളുകളാണ് BJPക്കാർ. ന്യൂനപക്ഷ സംരക്ഷകരായി ചമയുന്ന CPM BJPയുമായി ചേർന്ന് തൃശ്ശൂർ പൂരം അടിച്ചു കലക്കി തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ്. ഈനാമ്പച്ചിയും മരപ്പട്ടിയും കൂട്ടെന്ന് പറയുന്നത് പോലെ ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊരാളും നിഷേധിച്ചിട്ടില്ല. ഇന്നലെ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബലെ അഡീഷണൽ DGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സന്ദർശിച്ചു എന്ന് ഞാനാണ് ആരോപണം ഉന്നയിച്ചത്. ഇതുവരെ ഒരാളും നിഷേധിച്ചില്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു തൃശ്ശൂരിലുള്ള BJP നേതാവ് പറഞ്ഞത് RSS നേതാക്കൾ എല്ലാവരെയും കാണുമെന്ന്. നിഷേധിക്കുകയല്ല ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അഡീഷണൽ DGPയുടെ ഭാഗത്ത് ആരും ഒരു കാര്യം ഇതുവരെ നിഷേധിച്ചില്ല, നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ചോദ്യം നിൽക്കുന്നു, എന്തിനാണ് മുഖ്യമന്ത്രി ഈ അജിത് കുമാറിനെ, ഈ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു വിട്ടത്? തൃശ്ശൂർ ജയിപ്പിച്ചുകൊള്ളാം, സഹായിക്കാം. നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച്, തലസ്ഥാനത്ത് നടത്തിയ മാർച്ച് അക്രമാസക്തമായിരുന്നു. പോലീസ് ലാത്തിചാർജ് നടത്തി, കുറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് RSSുമായുള്ള ബന്ധം സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഇതുവരെ തൃപ്തികരമായ ഒരു വിശദീകരണമോ മറുപടിയോ മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ നൽകിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ N ശ്രീകുമാർ, അതോടൊപ്പം തന്നെ ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ A സജീവനോടൊപ്പം ശ്രീ N ശ്രീകുമാർ, PV അൻവർ MLA ആരോപണം ഉന്നയിച്ച സമയവും അതിൻ്റെ സ്വഭാവവും അത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എല്ലായിടങ്ങളിലും ഉയരുന്ന പൊതുവായിട്ടുള്ള വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പാർട്ടിക്കാർക്ക് പോലും നീതി കിട്ടുന്നില്ല, അവർക്ക് പോലും ന്യായമായ ആവശ്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട സഹകരണം ഉണ്ടാകുന്നില്ല. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നുവരെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ചിലരുടെ കൈപ്പിടിയിലായിരിക്കുന്നു ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ തലസ്ഥാന ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ ഉന്നയിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെയും സ്ഥിതിവിശേഷത്തെയും താങ്കൾ കാണുന്നത്? ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ആത്യന്തികമായി പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയായിരുന്നു PV അൻവർ. അങ്ങനെ താങ്കൾ സംശയിക്കുന്നുണ്ടോ? നോക്കൂ ഗോപികൃഷ്ണൻ, സമീപകാല ചരിത്രത്തില് കാണാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് CPMൽ ഉണ്ടായിട്ടുള്ളത്. സന്ദർഭത്തിനനുസരിച്ച് CPMലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ടെങ്കിലും CPMുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത, എന്ന് വെച്ചാൽ പാർട്ടി മെമ്പർ അല്ലാത്ത ഒരു MLA, അദ്ദേഹം സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം ഗൗരവതരം എന്ന് പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും അതുപോലെ പാർട്ടി നേതൃത്വം പറയുന്ന ഒരു സവിശേഷ സാഹചര്യം നമ്മളിവിടെ കാണുകയാണ്. സാധാരണ ഒരു പാർട്ടി നേതാവ് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ
ആ നേതാവിനെ മുഖ്യമന്ത്രിയുടെ ശൈലി അനുസരിച്ചിട്ട് അദ്ദേഹം കൊടുക്കാറില്ല, നേരിട്ട് കാണാറുമില്ല. ഇവിടെ നോക്കൂ, അൻവറെ മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നു, പാർട്ടി സെക്രട്ടറി കണ്ടിരിക്കുന്നു, LDF കൺവീനർ അദ്ദേഹം കാണാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇതിന്ന് വിചാരിക്കേണ്ടത്? ഒരു പാർട്ടിക്കെതിരെ പാർട്ടിയെ മുൾമുനയിൽ നിർത്തി എന്ന് പത്രങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. കാരണം ഈ ഗവൺമെന്റിനെ കുറിച്ച്, അതായത് ഗവൺമെന്റിന്റെ തലപ്പത്തെ പോലീസ് സംവിധാനത്തെ കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് മോശമായ ഒരു കാര്യമാണ് സ്വതന്ത്ര MLA ആയ PV അൻവർ പറഞ്ഞത്. അത് ഗൗരവതരമെന്ന് പാർട്ടി പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ നടക്കുന്നത് എന്നുള്ളത്. ഈ പാർട്ടിയിലെ എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇതൊരു തിരുത്തൽ പ്രക്രിയയൊന്നും അല്ല. ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു തിരക്കഥയായിട്ട് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, P ശശിയുടെ ഇന്നലെ ഒരു ഇംഗ്ലീഷ് വാരികയിൽ കൊടുത്ത പ്രതികരണത്തിന് ഒരു വരിയാണ്. അതായത്, ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് ആ വരി. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയി വന്ന് വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ കേന്ദ്ര കമ്മിറ്റി അംഗമോ പോളിറ്റ് ബ്യൂറോ അംഗമോ ആകാനുള്ള ഒരു അവസരം എനിക്കുമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. കാരണം MA ബേബി ആണെങ്കിലും വിജയരാഘവൻ ആണെങ്കിലും AK ബാലനാണെങ്കിലും ഈ നിലയിലൂടെ കടന്നു വന്നവരാണ്. അപ്പൊ സാധാരണ രീതിയിൽ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അതല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് CPM-ലെ അധികാര ആ ഒരു ഇതിൽ മാറ്റം വന്നിരിക്കുന്നു, അധികാരത്തില് ഒരു തുല്യത വന്നിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി ഒരു അധികാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ മാറ്റണോ എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടോ ഈ പാർട്ടിക്ക്? അങ്ങനെയാണെങ്കിൽ ഇതൊരു നിസ്സാര കാര്യമല്ല. ശ്രീ അൻവർ ഇങ്ങനെ ഒരു ആരോപണം എന്തുകൊണ്ട് ഇപ്പൊ ഉന്നയിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പാണ് ആരോപണം ഉന്നയിച്ചത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, CPM-ന്റെ കോട്ടയെന്ന് അവർ വിവരിക്കുന്ന കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടായ മൊറാഴയിലെ ബ്രാഞ്ച് സമ്മേളനം നടന്നില്ല. ബ്രാഞ്ച് സമ്മേളനം നിശ്ചയിച്ച ദിവസം പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി വന്നില്ല, ഏരിയ സെക്രട്ടറി പങ്കെടുത്തില്ലെന്നാണ് വാർത്ത. എത്രത്തോളം ശരിയാണ് എന്ന് ചോദിച്ചാൽ പാർട്ടി ഇത് നിഷേധിക്കാത്രത്തോളം കാലം ശരിയാണ്. അപ്പൊ ഇതൊരു സൂചനയാണ്. ഏത് ബ്രാഞ്ച് സമ്മേളനവും ബഹിഷ്കരിക്കാൻ വേണമെങ്കിൽ ഇനി പാർട്ടി മൊറാഡയിൽ പക്ഷേ ശ്രീ N. ശ്രീകുമാർ മറ്റൊരു വിഷയത്തിന്റെ പുറത്തായിരുന്നു ഈ പ്രതിഷേധമുണ്ടായത്. അല്ല, വിഷയമല്ല പ്രശ്നം, പാർട്ടിയുടെ ചട്ടക്കൂടാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് CPM-ന്റെ ആ ഒരു ശൈലി, അവരുടെ സ്വഭാവം മാറുന്നു. അതൊരു ജനാധിപത്യ കക്ഷിയെ പോലെ, കേരള കോൺഗ്രസിനെ പോലെയൊക്കെയുള്ള കക്ഷിയായിട്ട് CPM കേരളത്തിൽ മാറുന്നോ എന്നൊരു ശങ്കയുണ്ട്. കാരണം അല്ലെങ്കിൽ PV അൻവർ ആരാണ് ഗോപികൃഷ്ണൻ? ഇവിടെ നോക്കൂ, KT ജലീലെ മുൻകാലങ്ങളിൽ ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ജലീലിനെ പാർട്ടി പിന്തുണച്ചിട്ടില്ല. ജലീൽ പറഞ്ഞത് ശരിയല്ലെന്നാണ് പാർട്ടി പറയുന്നത്. പക്ഷെ ഇവിടെ പാർട്ടി പറയുന്നത് ഗൗരവം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അൻവറിനെ ജലീൽ പിന്തുണ പ്രഖ്യാപിച്ചു. അത് നിസ്സാരമല്ല. മലപ്പുറത്തെ 2 MLA-മാർ, അതൊപ്പം തന്നെ മുൻ MLA ആയ റസാഖ്, അദ്ദേഹം ഇവർക്കൊപ്പം ചേർന്നു. ഇനി അതൊക്കെ പോട്ടെ, ഇന്ന് സാധാരണ രീതിയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും പാർട്ടി സെക്രട്ടറി അവരുടെ മുഖപത്രത്തില് ഒരു ലേഖനം എഴുതിയിട്ട് പ്രവർത്തകരെ പഠിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ലേഖനം ഞാൻ സസൂക്ഷ്മം കാത്തിരുന്നു. കാരണം ഇപ്പോൾ പാർട്ടിയിലുണ്ടായ അൻവർ വിഷയമാണോ എന്നുള്ളത്. കാരണം ഗൗരവതരമാണല്ലോ, പാർട്ടി പറഞ്ഞതാണല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞ BJP-യുടെ വേറെ കഥകളാണ്. അപ്പൊ പാർട്ടി എന്താണ് ഒളിക്കുന്നത്? ഇന്ന് മലയാള മനോരമയിൽ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സംശയാസ്പദ നിലപാടെന്ന്. ഇന്ന് ഞാനതിൽ ഈ സംശയാസ്പദ നിലപാട് ഞാൻ 2 ദിവസം മുമ്പ് കണ്ടു. എന്താണെന്നറിയാമോ? പോലീസ് അസോസിയേഷൻ സമ്മേളനത്തില് മുഖ്യമന്ത്രി പ്രസംഗിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? സമൂഹത്തിൽ ചില പൊതു പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പൊതു പ്രശ്നങ്ങളിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ഏതാ പൊതു പ്രശ്നം എന്നുള്ളത് എനിക്കോ ഗോപികൃഷ്ണോ വ്യത്യസ്ത നിലപാടിലെടുക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും എടുക്കാം. ADGP-ക്കെതിരെ ഒരു MLA ഉന്നയിച്ച ആരോപണത്തിൽ ആ ADGP-ക്കെതിരെയാണ് അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ല. പക്ഷേ അന്ന് എല്ലാ ചാനലുകളും പറഞ്ഞു ADGP-ക്കെതിരെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന്. ഇല്ലല്ലോ. ശ്രീകുമാർ, അന്ന് വൈകുന്നേരം ജിയോ ഇറങ്ങി. ഈ DGP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്ന് ജിയോ അന്ന് വൈകിട്ട് ഇറങ്ങി, അന്ന് രാത്രി. ഞാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ട് ADGP-ക്കെതിരെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് കേട്ടോ നമ്മള്?
പൊതു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അതാണോ പൊതു പ്രശ്നം? ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണത്. മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ തലപ്പത്തുള്ള ADGPയുടെ പേരെടുത്ത് പറഞ്ഞാണ് അൻവർ വിമർശിച്ചത്. ആ ADGPക്കെതിരെ അന്വേഷണം ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അദ്ദേഹം പിന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയോ PR ഇറക്കിയോ ഒന്നും നമുക്കറിയില്ലല്ലോ. അതൊക്കെ രാത്രിയിലല്ലേ. നിങ്ങൾ ചാനൽ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് പറഞ്ഞ ADGPക്കെതിരെ അന്വേഷണം എന്നാ. എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞത്? അപ്പൊ മുഖ്യമന്ത്രിക്ക് അറിയാം എന്ത് മാധ്യമ പ്രവർത്തകർ ഹരം കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എന്റെ വായിൽ നിന്ന് പറയാതെ തന്നെ ഇത് അവർ ചെയ്തോളും എന്ന് മനസ്സിലാക്കി നമ്മളത് ചാനൽ പ്രവർത്തകർ അത് ചെയ്യുകയും ചെയ്തു. നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയാണോ ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം വരേണ്ടത്? പഴയ കാലത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ ADGP ആയിരുന്ന ജേക്കബ് തോമസിനെതിരെ ഒരു ആക്ഷേപം വന്നു. അന്നൊരു പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് ADGP ജേക്കബ് തോമസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാ പറഞ്ഞത്. പേരെടുത്തിട്ട് തന്നെയാ പറഞ്ഞത്. അങ്ങനെ പറയണം ഒരു മുഖ്യമന്ത്രി, അല്ലാണ്ട് പൊതു പ്രശ്നമെന്നോ പൊതുവായ കാര്യമെന്നോ അല്ല പറയേണ്ടത്. അവിടെയാണ് ഇന്ന് ഒരു പത്രം എഴുതിയ മുഖപ്രസംഗം സംശയാസ്പദം എന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേരേണ്ടതല്ലേ ഇവർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ? വേണ്ട, ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരേണ്ടതല്ലേ ഈ കാര്യം ചർച്ച ചെയ്യാൻ? അതൊക്കെ പോട്ടെ, LDFന്റെ യോഗം വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ. ഗൗരവതരം എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല. ഗൗരവതരം എന്ന് പറയുന്നത് LDF കൺവീനറാണ്, പാർട്ടി സെക്രട്ടറിയാണ്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. എന്നിട്ട് എന്താ ഒരു പാർട്ടി സംവിധാനത്തിൽ ഇത് ചർച്ച ചെയ്യാത്തത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം പാർട്ടിക്കുള്ളിലെ ഈ സമ്മേളനങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയും ഗോവിന്ദ മാഷും കൂടെ ചേർന്ന ഒരു അച്ചുതണ്ട് ബലപ്പെടുത്തണം. അതാണ് കാര്യം. ശശിയുടെ നേതൃത്വത്തിൽ ഒരു അധികാര കേന്ദ്രം, അതിൽ കണ്ണൂരിലുള്ള കുറെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശ്രീ N ശ്രീകുമാർ, അങ്ങനെയാണെങ്കിൽ PV അൻവറിന് ശക്തി പകർന്ന് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരാണെന്നാണ് താങ്കൾ പറയുന്നത്? ഈ സന്ദർഭത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചേരുന്ന സന്ദർഭത്തിൽ ഇടതുമുന്നണിയുടെ ഒരു MLA, CPM മെമ്പർ അല്ലെന്നാണല്ലോ നമ്മുടെ അറിവ്, ഇടതുമുന്നണി MLA ഇങ്ങനെ പറയണമെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ ചിന്തയുള്ള ആൾക്ക് എന്ത് വേണേ തോന്നാം. കാരണം ഇത് അദ്ദേഹം പറഞ്ഞത് പോലീസിനെതിരെയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണെന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ പോലീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പറയുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ശുദ്ധനാണെന്നാ പറയുന്നത്. ഇന്ന് ചില പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ട്, അത് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്നതല്ല പാർട്ടിയാണ് ആക്കിയത്. സത്യത്തിൽ ഞാൻ അൻവറിന്റെ കേട്ടപ്പോ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. പാർട്ടിക്കൊപ്പമാണ് ഞാൻ. അപ്പൊ ചോദിച്ചപ്പോഴാ പറഞ്ഞത് മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് വന്നതല്ലോ പാർട്ടി ആക്കിയതാണെന്ന്. അത് വേറെ രീതിയിലാ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അൻവർ നിലകൊള്ളുന്നത്. മാത്രമല്ല ഗോവിന്ദ മാഷ് താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയും ഗോവിന്ദ മാഷും ചേരുന്ന അച്ചുതണ്ടിന് വേണ്ടി തന്നെയാണ് അൻവർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും P ശശി ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തുന്നതും എന്നല്ലേ? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ P ശശി ഇന്നലത്തെ അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ SFIയുടെ സെക്രട്ടറി ആയിരിക്കും എന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ CPMലെ രാഷ്ട്രീയക്കാരനാണ് ഞാനെന്നാണ്. അത് പറയേണ്ട എന്തുകൊണ്ടത് പറയേണ്ടി വന്നു? പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്ന വിവാദങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കൂടിയാണല്ലോ. ഓഫീസിന്റെ കാര്യത്തിലായാലും പോലീസിന്റെ കാര്യത്തിലായാലും മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്നല്ലേ? അങ്ങനെ സ്വന്തം നേരേക്ക് വരുന്ന ഒരു ആയുധം പ്രയോഗിക്കാൻ ഒരാൾക്ക് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു യുക്തിക്ക് ചേരുന്നതല്ലോ. അതായത് ഈ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന, അദ്ദേഹത്തിന്റെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ മുഴച്ചു കാണിക്കുന്ന അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടം നൽകുന്ന തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ ഈ അച്ചുതണ്ട് പ്രവർത്തിക്കുന്നു എന്നത് ആ നിലയ്ക്ക് ഒരു കോമൺ ലോജിക്കിന് പുറത്തു നിൽക്കുന്നു. അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ എല്ലാ കാലത്തും CPMനെതിരെ ഇങ്ങനെയൊക്കെ ആക്ഷേപം വരാറുണ്ട്. CPIയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നപ്പോൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു നമ്മൾ കേട്ടതല്ലേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ഈ പ്രവർത്തകർക്ക് ഇതിന്റെ ഉള്ളുകളിൽ നിന്ന് എല്ലാം അറിഞ്ഞോളുന്നില്ലല്ലോ. പഴയ കാലത്തെ പോലെ പാർട്ടി എല്ലാം പഠിച്ച് ബ്രാഞ്ച് സമ്മേളനം വരുന്ന പ്രവർത്തകരല്ല. ഒരു ബ്രാഞ്ച് സമ്മേളനം ഞങ്ങളിത് ബഹിഷ്കരിക്കുന്ന ഒരു വിഷയത്തിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ അവർ പാർട്ടി ചരിത്രം ഓർക്കുന്ന പ്രവർത്തകരാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇതൊക്കെ പറയാൻ ഇതൊക്കെ പത്രങ്ങളിൽ വരുന്നതാണ്. പോലീസിന്റെ കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ വരുന്നതാണ്. അപ്പൊ പ്രവർത്തകരത് പറയും. പ്രവർത്തകർ ഒരു ഭാഗത്തത് പറയും. പക്ഷെ ഇവിടെ നേതാക്കൾ വേറെ തീരുമാനിക്കും. അത് CPMന്റെ സ്വഭാവം അറിയാമല്ലോ ഗോപികൃഷ്ണ. ഒരു സമ്മേളനത്തിൽ ഒരു പാനൽ അവതരിപ്പിച്ച് അതിൽ 10 പേരിൽ 6 പേര് ജയിച്ചാൽ 2 പേര് തോറ്റാൽ ആ തോറ്റവർ പാർട്ടിയിൽ വരണമെന്ന് തോന്നിയാൽ ആ ജയിച്ച 2 പേരെ തോൽപ്പിച്ചിട്ട് തോറ്റ 2 പേരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പാർട്ടിയാണിത്. അതാണ് അവരുടെ ജനാധിപത്യ ശൈലി എന്ന് പറയുന്നത്. അപ്പൊ പ്രവർത്തകർ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കിടന്ന് വിലപിച്ചുകൊണ്ടൊന്നും ഈ പാർട്ടി നേതൃത്വത്തിന്റെ ഒരു കാരണമൊന്നുമില്ല. അതിനായി വേറൊരു കാര്യം അതിനൊക്കെ പറയാം. ഇവിടെ സജീവം പറഞ്ഞ തെറ്റ് തിരുത്തല്. എന്നിട്ട് അദ്ദേഹം EP ജയരാജന്റെ കാര്യം പറഞ്ഞു. ഗോപികൃഷ്ണ, EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവായി എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു.
അപ്പൊ പത്രലേഖകർ ചോദിച്ചു BJP-യുടെ വക്താവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പൊ ഗോവിന്ദൻ മാഷ പറഞ്ഞു അതും ബന്ധപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സംഘടനാപരമായ നടപടി അല്ല. അപ്പൊ ഗോപികൃഷ്ണ, LDF-ന്റെ കൺവീനർ സ്ഥാനത്തു നിന്നും EP ജയരാജനെ മാറ്റിയ നടപടിയുടെ പേരെന്താ CPM-ന്റെ ഭാഷയിൽ? ആ നടപടിക്ക് ഒരു പേരുണ്ടോ? ഇവരെന്തായാലും മിനിറ്റ്സ് എഴുതി വെക്കുമല്ലോ. സംഘടനാപരമായ നടപടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഏത് നടപടിയാ അത്? ഒഴിവായിന്നോ? സ്വയം ഒഴിവായിന്നോ? ഒരു നടപടിക്ക് ഒരു പേരുണ്ടല്ലോ, ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഒഴിവാക്കൽ. എന്താ നടപടി? അപ്പൊ ആ നടപടിയുടെ പേരെന്താ? LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ ഒഴിവാക്കിയ നടപടിയുടെ പേരെന്താണ് സഖാവേ എന്നൊരു നാളെ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഒരാളെ ചോദിച്ചാൽ ഇവരെന്ത് ഉത്തരം പറയും? എന്ത് തിരുത്തൽ നടപടിയാണുള്ളത്? അത് EP ജയരാജൻ ഈ LDF കൺവീനർ സ്ഥാനം വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ചാനലുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു, AK ബാലനോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അപ്പൊ ആ LDF കൺവീനർ സ്ഥാനത്തിൽ എത്രത്തോളം ഗൗരവം ഉണ്ടെന്ന് ആ ഗൗരവ പാർട്ടി കൽപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അത് EP ജയരാജനെ പോലെ വളരെ മുതിർന്ന ഒരാള്, അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ, മുതിർന്ന ഒരാള്, അദ്ദേഹം CPM-ന്റെ ഇപ്പോഴും നേതാവാണല്ലോ. LDF കൺവീനർ സ്ഥാനത്തൊന്ന് മാറ്റി വേറൊരു കൺവീനർ വരുന്ന വലിയ കാര്യമുള്ളതാണോ? അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഈ പാർട്ടിയിൽ ഇപ്പൊ ഞാൻ പറയുന്നത് രണ്ട് മേഖലകളായിട്ട് ഞാൻ തിരിക്കുകയാണ് ഈ പാർട്ടിയെ. ഒന്ന് വടക്കൻ മേഖല, ഒന്ന് തെക്കൻ മേഖല. വടക്കൻ മേഖലയിലെ ഉണ്ടാകുന്ന വടക്കൻ വീരഗാഥകള് മലബാർ കലാപമെന്നോ കണ്ണൂർ കലാപമെന്നോ ഒക്കെ നിങ്ങൾ വിളിച്ചോളൂ. അങ്ങനെ ഒരു കലാപം കാണുമ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള CPM നേതാക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താ സംഭവിക്കുന്ന പാർട്ടിയില്. അവർക്കൊന്നും ഒരു റോളില്ല. തിരുവനന്തപുരത്ത് റോളില്ല, കൊല്ലം, കോട്ടയം ഒന്നും റോളില്ല. അവിടുത്തെ നേതാക്കളൊക്കെ അവർ കാത്തിരിക്കുക. റോളുള്ള എവിടെയാ? മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ വരെയാണ് റോളുള്ളത്. ആ റോള് നിസ്സാര റോളല്ല, വലിയ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് ഇക്കാര്യത്തിൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ ഒരു പത്രത്തിലെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതി, എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഇതാണ് യഥാർത്ഥ കാര്യമെന്ന് പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യം ഉയരുകയാണ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന്. ശരി, അതാണ് ഞാൻ പറയുന്നത്. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. നമ്മളോടൊപ്പം ശ്രീ റിജി ലൂക്കോസ്, ഇടത് സഹയാത്രികനുണ്ട്. ഈ ഉയർന്നു വന്ന നിരീക്ഷണങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ചർച്ച തുടരുന്നു. ശ്രീ റിജി ലൂക്കോസ്, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളെ പാർട്ടി ഗൗരവമായി കണ്ടു. അതിന്റെ അലയൊലികൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനുമൊക്കെ എതിരായിട്ടുള്ള വിമർശനങ്ങളായി പ്രതിഫലിക്കുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം ഒരു വലിയ നാടകത്തിന്റെ, തിരശ്ശീലയ്ക്ക് പിന്നിലെ നാടകത്തിന്റെ ഭാഗങ്ങളാണ് എന്നാണ് ശ്രീ N ശ്രീകുമാർ ഇവിടെ നിരീക്ഷിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ലക്ഷ്യമിടുന്നത് P ശശിയിലേക്കും പാർട്ടിയിലേക്ക്, അതിന്റെ ഉന്നത ഘടകങ്ങളിലേക്ക് എത്താനുള്ള ശശിയുടെ മോഹങ്ങളിലേക്കുമാണെന്നാണ്. ഗോപികൃഷ്ണ, ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം ഭാഗികമായിട്ട് ഒരു ഇടതുപക്ഷ സഹയാത്രികനെ പോലെ സംസാരിച്ചത്. അത് ഗോപികൃഷ്ണൻ അതിന് മറുപടി ചോദിക്കുകയും ചെയ്തു. അതെന്താ വെച്ചാല്, മുഖ്യമന്ത്രി കോട്ടയത്ത് വെച്ച് ഈ വിഷയം പുറത്തു വന്ന് അന്തരീക്ഷത്തിൽ വന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷണം ഉണ്ടാകും, അന്വേഷണം പ്രഖ്യാപിക്കുന്നത് മാത്രം അദ്ദേഹം പറഞ്ഞോളൂ. പക്ഷേ ആ നിമിഷം 11:05 മുതൽ കേരളത്തിലെ പല ദൃശ്യമാധ്യമങ്ങളും അജിത് കുമാറിനെ സ്ഥാനത്ത് നീക്കി, അതുപോലെ തന്നെ സുജിത് ദാസ് SP-യെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. സമീപകാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വീഴ്ചയായിരുന്നു. പക്ഷേ വൈകുന്നേരം 7 മണിയോടുകൂടി ജിയോ ഇറങ്ങി ഈ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. കേരളത്തിലെ DGP-യുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു പറഞ്ഞു. ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ ശ്രീകുമാർ സാറോട് ചോദ്യം ചെയ്തത്. അത് ഞാൻ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തു, കാരണം അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഇനി ബ്രാഞ്ച് സമ്മേളനത്തിൽ P ശശിയെ ഒതുക്കുന്നതിനെ കുറിച്ചും കൂടെ പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, PV അൻവർ MLA CPM-ന്റെ ഒരു സ്വതന്ത്ര MLA ആണ്. CPM-ന് ഉത്തരവാദിത്തമുള്ള അദ്ദേഹത്തെ ജയിപ്പിച്ചത് ഒരു തർക്കമില്ല കാര്യം. അദ്ദേഹം കഴിഞ്ഞ 3 ദിവസം അടുപ്പിച്ച്, കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അടുപ്പിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ച ചില ആരോപണങ്ങളും ചില നിരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം രീതിയിൽ കേരളം ചർച്ച ചെയ്തു. ഈ പിറ്റേ ദിവസം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ഒരു 12:20 ഇന്നലെ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടു. 2 ദിവസം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടു. ദീർഘനേരം അദ്ദേഹം സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയെ കണ്ടു. അപ്പോഴും അദ്ദേഹം കുറച്ചുകൂടെ ആർജവത്തോടുകൂടി ഒരു കടുകുപണി ഒരു മാറ്റമില്ലാണ്ട് അദ്ദേഹം പ്രതികരിച്ചു. അവിടെ P ശശിയെ ഉന്നമിട്ട് ഒരു നീക്കം നടത്തണമെങ്കിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അദ്ദേഹത്തിനെ അവിടെ നീക്കുന്ന ഒരു ചെറിയൊരു 5 മിനിറ്റ് നേരത്തെ ചർച്ചയുടെ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം പാർട്ടി നേരത്തെയൊക്കെ അതിന്റെ അജണ്ടകൾ അനുസരിച്ചാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ഉള്ളത്. അപ്പൊ ഇതൊന്നും അല്ല വിഷയം. ഇവിടെ പ്രശ്നം എന്താണ്? 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഉദ്യോഗസ്ഥൻ മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്.
അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയതിനെതിരായിട്ട് പി വി അൻവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. അതും പി അങ്ങനെ മാത്രമല്ല, ശശിയാണ്. പി ശശിയെ തന്നെ കേന്ദ്ര പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ, അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാൻ പി ശശിയെ പോലെ ഒരാൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത്. ലളിതമായ ആരോപണമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് ഈ ആരോപണം ഉള്ളത് എന്നത് മാത്രമല്ല അദ്ദേഹത്തെ പറയുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം കൂടെയുള്ളവർ ചതിക്കുമെന്ന് കരുതുന്നുണ്ടാകില്ല എന്നൊക്കെ അൻവർ കടത്തി പറയുകയുമുണ്ട്. പിന്നെ മാത്രവുമല്ല, ഈ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന പരാതി ആരെക്കുറിച്ചാണ്? പി ശശിയെക്കുറിച്ചുള്ള പരാതിയാണ് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിന്റെ ആലോചനകളിലേക്ക് വരാൻ പോകുന്നത്. അല്ല, ഗോപീഷ, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അതിപ്പോ എനിക്ക് മറച്ചു വെക്കാൻ പറ്റും. അദ്ദേഹം 2 തവണ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് നടന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം 1.5 മണിക്കൂറുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെയും അദ്ദേഹം പി ശശിയെ കുറിച്ച് ആരോപണം വെച്ചു. അത് അതിനോട് സ്വാതന്ത്ര്യം പി വി അൻവർ MLA ഉണ്ട്. കാരണം അതിന്റെ ഉത്തരവ് അദ്ദേഹം ഒരു സ്വതന്ത്ര MLA എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് CPM-ന്റെ നയമായിട്ട് വരുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താ? പി ശശിക്ക് വീഴ്ച വെച്ചിട്ടുണ്ട്, അദ്ദേഹം പ്രോപ്പറായിട്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല, പി ശശിയുടെ ഭാഗത്തുള്ള വീഴ്ചകൾ ഗുരുതരമാണെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിൽ നിന്ന് തെറ്റിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്. അതെങ്ങനെയാണ് CPM പാർട്ടിയുടെ നയവുമായിട്ടോ CPM പാർട്ടിയുടെ പ്രതികരണമായിട്ട് വരുന്നത്? CPM എന്നിട്ട് പോലും അതിനെക്കുറിച്ച് ആലോചിക്കും. അത് പി ശശിയെ കുറിച്ച് മാത്രമല്ല, ഉയർത്തിയ ഉന്നത ആരോപണങ്ങളെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞ 3 പേരും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ബഹുമാനപ്പെട്ട GP രാമകൃഷ്ണൻ MDF-ന്റെ കൺവീനർ പറഞ്ഞു. അതിനപ്പുറം എന്താ പറയാറുണ്ട്? ഇവിടെ പ്രശ്നം ശ്രീകുമാർ സാറിനൊക്കെ എന്താ അറിയോ? ഇവരുടെ കാര്യത്തുണ്ടായിരുന്നല്ലോ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള. മറ്റൊരു കാര്യം കൂടി പറയട്ടെ ശ്രീ റെജി ലൂക്കോസ്. അതായത് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്ന് പലരും തന്നെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. കാരണം പൊതുസമൂഹത്തിലൂടെ കാര്യങ്ങൾ അറിയട്ടെ എന്ന് ഞാൻ കരുതിയെന്നാണ്. അദ്ദേഹം ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണല്ലോ പി വി അൻവർ പിന്നീട് മാധ്യമങ്ങളോട് ഈ ആരോപണങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്നു എന്നതിന് ഒരു ന്യായമായി അദ്ദേഹം വിശദീകരിച്ചതും അവതരിപ്പിച്ചതും. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഘടകങ്ങളിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ അദ്ദേഹത്തിന് അറിയിക്കാം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിതൃതുല്യനാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ കൂടിക്കാഴ്ച, ആരോപണം ഉന്നയിച്ച ശേഷം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കണ്ട് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. പൊതുസമൂഹത്തിലൂടെ മാധ്യമങ്ങൾ വഴി ഇതൊരു ചർച്ചയാക്കുകയും ആ ചർച്ചയുടെ അനന്തരഫലം അത് പി ശശി സ്ഥാനത്ത് നിന്ന് തെറിക്കുകയാണെന്ന് ഉറപ്പുവരുത്താൻ മറ്റാരോ കളിച്ചു എന്നും സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നല്ലോ ഇടപെടലൊക്കെ. അത് പിണറായി MP ഗോവിന്ദൻ അച്യുതണ്ടിന്റെ പ്രവർത്തനമാണെന്നാണ് ശ്രീ N ശ്രീകുമാർ ഇവിടെ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് താങ്കളോട്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അത് അൻവർ പറഞ്ഞതുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, മറ്റു പലരും വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് അറ്റൻഡ് ചെയ്യാതെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കേട്ട കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന്റെ നിലപാടായിരിക്കും. അദ്ദേഹത്തിന് അങ്ങനെ പൊതുവായിട്ട് പറയണം തോന്നി. മാധ്യമപ്രവർത്തകർ ഇന്നിപ്പോ പി വി അൻവറിന്റെ മാധ്യമ സമ്മേളനം തുടങ്ങിയ എല്ലാ മാധ്യമപ്രവർത്തകരും ചെയ്തു. അദ്ദേഹം വളരെ റേറ്റിംഗ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അതിനൊരു തർക്കമില്ല. അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളോട് എനിക്കും തർക്കമൊന്നുമില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം സമൂഹത്തെ ബാധിക്കുന്ന ഒഴുക്കത്തുകൾക്കെതിരെ ഒരു നേതാവ് ശക്തമായ ഒരു നിലപാടെടുക്കുന്നതിനോട് എന്നെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന. പിന്നെ ഇവിടെ ശ്രീകുമാർ സാറിനെ കുറിച്ച് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷും അച്യുതണ്ടാണെന്ന് പറഞ്ഞത്. എന്നാൽ ഈ ശ്രീകുമാർ സാറിന്റെ ഇന്നസെൻസി ഉണ്ട് അദ്ദേഹം പറഞ്ഞത്. സാറേ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാര് സാക്ഷാൽ PD സതീശൻ പറഞ്ഞ എന്തുകൊണ്ടാ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി ശശിയിലൂടെ ഈ ആരോപണങ്ങൾ വരുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്. അതിന്റെ പിന്നിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ M ഗോവിന്ദൻ അതിന്റെ പിന്നിൽ മറ്റൊരു ശക്തി കേന്ദ്രമായിട്ട് വളരാൻ ശ്രമിക്കണമെന്നാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അതായത് വസ്തുത ഞാൻ വേണ്ടത് എന്റെ അതിന്റെയൊക്കെ വീഡിയോ ഉണ്ട്. അതായത് ഗോവിന്ദ മാഷും പിണറായി വിജയനും തമ്മിൽ സ്പ്ലിറ്റ് ആയി പിണറായി വിജയനെ ഭൂരിക്കെടുത്താൻ വേണ്ടി ഗോവിന്ദ മാഷ കളിച്ച് കളിയാന്നാണ് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞത്, PD സതീശൻ പറഞ്ഞത്. അപ്പൊ ശ്രീകുമാർ സാറൊക്കെ പുതിയ സിദ്ധാന്തമായിട്ട് പറഞ്ഞത് ഇവിടെ അങ്ങനെയൊന്നുമില്ല സാറേ. ഞാൻ ഒരു കാര്യം പറയാം സാറിന്റെ ശ്രദ്ധയ്ക്ക്. സജീവ് സാർ ചർച്ചയുണ്ട്. ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നെല്ലാം കൊടുത്തൊരു വാർത്തയുണ്ട്. നിങ്ങൾ 24 കൊടുത്തത് എനിക്ക് അറിയത്തില്ല, ഞാൻ അതിന്റെ യൂട്യൂബിലാണ് കണ്ടത്. മൊറാഴ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷയുടെ മണ്ഡലം നാടായ മൊറാഴയിലെ ഒരു ബ്രാഞ്ച് സമ്മേളനം പ്രശ്നത്തിന്റെ പേരിൽ മാറ്റിവെച്ച് സമ്മേളനം കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ഞാൻ കണ്ടതിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ചരിത്രമുള്ള ഒരാളാണ് ഞാൻ. അടുത്ത ഞങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, അവിടെ അന്വേഷിച്ചപ്പോ എന്താ 3 സഖാക്കൾക്ക് ഇന്ന് അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അവർ വീട് അറിയിച്ചു. അവരുടെ കൂടെ സൗകര്യാർത്ഥം ആ സമ്മേളനം ഉടനെ തുടങ്ങാൻ പോവാ. അപ്പൊ അതിനോട് അത് കണക്ട് ചെയ്യുന്ന ഒരു അംഗൻവാടി ടീച്ചറെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മുഴുവൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സമ്മേളനം ബഹിഷ്കരിക്കുന്ന പച്ച നുണ. അത് ഗോവിന്ദ മാഷ നാടായതുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത CPM-നെ കുറിച്ച് പതിവായിട്ട് പറയുന്ന ഒരു പച്ച കള്ളമാണ്. ഇനി മറ്റൊന്നും പറയാം. ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞില്ല. ഇവിടെ
പിന്നെ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഗോപികൃഷ്ണൻ പറഞ്ഞു ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം വിമർശനങ്ങളാന്ന് പറഞ്ഞു. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെയൊക്കെ ബ്രാഞ്ച് സമ്മേളനം അല്ലല്ല, ഈ ഒക്ടോബർ 6 തീയതിയാ. മൊറാളിയുടെ ഞാനൊരു കാര്യം കേസിൽ ഞാൻ മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് പാർട്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ്. പാർട്ടി തീർച്ചയായിട്ടും അന്വേഷണം ആ ആരംഭിച്ചിട്ടുള്ളതാണ് ശ്രീ കാര്യത്തിൽ റെജി ലൂക്കോസ്. 14 മെമ്പർമാരുള്ള ബ്രാഞ്ചിൽ സ്ത്രീകളടക്കമുള്ള ബ്രാഞ്ച് മെമ്പർമാർ അന്ന് സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുത്തില്ല. അവർ പ്രതിഷേധ സൂചകമായി സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പിന്നെ താങ്കൾ പറയുന്നത് ഏതാണ്ട് 1-2 പേർ അവരുടെ അസൗകര്യം അറിയിച്ചു, അതിന്റെ ഭാഗമായി മാറ്റിവെച്ചു എന്നാണോ? ഇതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കാൻ പോവുകയാണ്. മൊറാലയിൽ എന്താണ് സംഭവിച്ചത്? CPM പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോവുകയാണ്. ഗോപികൃഷ്ണ ഒരു മിനിറ്റിലേക്ക് സമയം തരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മൊറാളിയായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ഘടകവുമായിട്ട് ഞാൻ കണ്ണൂരിൽ വിളിച്ച് സംസാരിച്ച് എനിക്കറിയാം എങ്കിലും പോലും ഞാൻ ബോധ്യപ്പെട്ടിട്ടാണ് ഈ ചർച്ചയിലിരിക്കുന്നത്. വേണമെങ്കിൽ ആരെ വിളിച്ചോണ്ട് നമ്പരോട് അയച്ചു തരാം. അവിടെ സംഭവിച്ചത് സാധാരണ കേരളത്തിൽ അവിടെ 100 മാധ്യമ സമ്മേളനങ്ങൾ മാറ്റിവെക്കാറുണ്ട് അസൗകര്യം കൊണ്ട്. അവിടെ സംഭവിച്ചതാണ്. വാർത്തകൾ കൊടുത്തപ്പോൾ അവർ മുഴുവൻ ബഹിഷ്കരിച്ചു. വസ്തുത അതല്ല. ദേവർകുന്ന് അംഗൻവാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ ബ്രാഞ്ച് സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് മെമ്പർമാർ സ്വീകരിച്ചതല്ലേ യഥാർത്ഥത്തിൽ പ്രശ്നം ശ്രീ റെജി ലൂക്കോസ്? പിന്നെന്താ പ്രശ്നം? ഗോപികൃഷ്ണ അതാ ഞാൻ പറഞ്ഞത്. CPM-നെ കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടാണ് ചിലർ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ഗോപികൃഷ്ണനെ കുറിച്ചല്ല പറഞ്ഞത്. ഗോപികൃഷ്ണ വ്യക്തോട്ടറിയാം. അങ്ങനെയല്ല സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞില്ലേ, വളരെ ആധികാരികമായിട്ട് ഞാൻ പറയുന്നു. 3 സഖാക്കന്മാർക്ക് അവിടെ അംഗനവാടി ടീച്ചറിനെ പിന്നെ മാറ്റി അകാരണമായിട്ട് മാറ്റിയതുമായിട്ട് അവിടെ ഒരു ചെറിയ പ്രതിഷേധമുണ്ട്. അത് പാർട്ടിക്കാർക്ക് മാത്രമൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും CPM പ്രത്യേകിച്ചിട്ടുണ്ട്. അതല്ല, 3 പേർക്ക് അസൗകര്യം ഉണ്ടായി. അവർ അറിയിച്ചു ഞങ്ങൾക്ക് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു സാധാരണ സംഭവമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനം ഞങ്ങൾ മാറ്റിവെച്ചാൽ കാരണം ഞങ്ങളുടെ 2 സഖാക്കൾക്ക് മലബാറിലായിട്ട് വരാൻ പറ്റില്ല. അത് 100 ബ്രാഞ്ചിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബ്രാഞ്ച് സമ്മേളനം ബഹിഷ്കരിച്ച് നിങ്ങൾ എങ്ങനെ വാർത്ത കൊടുക്കുന്നത്? ആധികാരികമായിട്ട് പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളുടെ കണ്ണൂർ റിപ്പോർട്ടറെ വിളിച്ച് സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തിക്കോ. ഇതായിട്ട് വസ്തുത. ചരിത്രത്തിൽ ആദ്യമായിട്ട് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം ബഹിഷ്കരിച്ചു എന്ന് പറയുന്നത് പച്ച നുണയാണ്, കല്ല് വെച്ച് നുണയാണ്. ഞാനത് പറയുന്നു. ഞാനൊരു CPM പ്രവർത്തകനായിട്ട് സഹയാത്രനായിട്ട് മാത്രം പറയുന്നതല്ല. അല്ലല്ല, ഈ അംഗൻവാടി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തൽപര കക്ഷികൾക്ക് അനുകൂലമായി തീരുമാനം ഉണ്ടാവുകയും അതിൽ പ്രതിഷേധിച്ച അംഗങ്ങൾ ഇത് ബഹിഷ്കരിക്കുകയാണെന്ന് അറിയിക്കുകയും തുടർന്ന് ഈ പ്രശ്നം പരിഹരിക്കാതെ ഈ സമ്മേളനം നടത്താൻ ഇവിടെ സമ്മതിക്കില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ചെറിയ ഇടവേള എടുക്കുകയാണ് താങ്കളുടെ അനുവാദത്തോടുകൂടി. താങ്കൾക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? പറഞ്ഞിട്ട് എടുക്കാം, പറഞ്ഞോളൂ. പറയാനുണ്ട്. അവരെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തനർക്ക് ഉണ്ടാവും. അതൊക്കെ കേരളം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളല്ലേ. ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റി സ്വാഭാവികമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതല്ലാതെ കണ്ട് ഇനി അത് തീരുമാനം എടുക്കാണ്ട് ബ്രാഞ്ച് സമ്മേളനത്തിൽ ഞങ്ങള് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് നുണയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ഫോണിൽ സംസാരിച്ചിട്ട് ചർച്ചയിലിരിക്കുന്നത്. ഞാൻ രാവിലെ പോലെ കേട്ടു. വേറൊരു ചാനൽ എന്നെ വിളിച്ചതാണ്. അപ്പൊ ഈ രാവിലെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ഗോപികൃഷ്ണ വളരെ ആദ്യമായിട്ട് പറയുന്നത് CPM-നെ കുറിച്ച് ചമയ്ക്കുന്ന ഒരു ചമത്കാരമല്ല. അതുകൊണ്ട് ഇതിനകത്ത് ഒരു പെർസെന്റേജ് പോലും ഇതിന് സത്യമില്ല. അതിർത്തി ഉണ്ടായിട്ടുണ്ടാവും. ഞാനത് നിശ്ചയിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി, അതായത് MP ഗോവിന്ദന്റെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. സമ്മേളന വേദിയിൽ ഉദ്ഘാടകനും ലോക്കൽ കമ്മിറ്റി പ്രതിനിധികളും എത്തി അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? ഇത് ആദ്യത്തെ സംഭവമല്ല. എന്നിട്ട് താങ്കൾ പറയുന്നു ഇവരെ അറിയിച്ചിരുന്നു, അറിയിച്ച ശേഷം അത് മാറ്റിവെച്ചു. ഇങ്ങനെയാണോ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ഉദ്ഘാടകൻ എത്തി, അവിടെ പ്രതിനിധികൾ എത്താതെ തിരിച്ചുപോയ സാഹചര്യം അവിടെ ഉണ്ടായത്. അത് പല പാർട്ടികളുടെ, ഞങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ ചില പരിപാടിയൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തവർ അറിയാതെ കൊണ്ട് എത്രയോ ആളുകൾ വരുന്നു പങ്കെടുക്കാൻ വേണ്ടി. അങ്ങനെ എത്തുന്ന ആളാണോ ഉദ്ഘാടകൻ? ഇത് കേൾക്കൂ, ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ രീതിയിൽ വാർത്ത കൊടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നു, വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ. ശരി, ചെറിയ ഇടവേള എടുക്കുകയാണ്, വളരെ അത്യാവശ്യമായതുകൊണ്ട് ചെറിയ ഇടവേള. ശ്രീ റെജി ലൂക്കോസ്, താങ്കളുടെ കൂടി അനുവാദത്തോടെ. ശ്രീ സജീവൻ, P ശശിക്കെതിരെ പാർട്ടിക്കകത്ത് നിന്നുണ്ടാകുന്ന നീക്കം എന്ന നിലയിൽ ഈ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ചർച്ചയിൽ ശ്രീ N ശ്രീകുമാർ. താങ്കൾ യോജിക്കുന്നുണ്ടോ? ശ്രീകുമാർ പറഞ്ഞു, നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞത് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെയായിട്ടുള്ള നീക്കമാണെന്നാണ് പറയുന്നത്. ശ്രീകുമാർ പറയുന്നത് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ചേർന്നിട്ട് ഈ P ശശിയെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം P ശശി പാർട്ടിയിൽ അങ്ങനെ ഒരു വലിയ ശക്തിയുള്ള ആളല്ല. P ശശിയുടെ ആകെയുള്ള ശക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശക്തിയായിരുന്നു. മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം പാർട്ടിയിൽ താഴ്ത്തപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്ത ഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം പിന്നീട് തിരിച്ചു കയറാനുള്ള ഏണിപ്പടിയായിട്ടുള്ളത് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി
തൻ്റെ രാഷ്ട്രീയ ഉപദേശകനാകേണ്ട ആൾ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആളെ ഒതുക്കാൻ വേണ്ടിയിട്ട് വേറൊരു MLA-യുടെ സഹായം തേടി എന്നൊക്കെ പറയുമ്പോൾ അത് സത്യം ശ്രീകുമാറിനെ അറിയാത്തതുകൊണ്ടൊന്നുമില്ല. ശ്രീകുമാർ അത് പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു പോവുകയാണ്. കാരണം അത് തീർത്ത് നമുക്ക് യുക്തിക്ക് യോജിക്കാത്ത ഒന്നാണ്. VD സതീശൻ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ വിശ്വസിക്കാം. കാരണം ആഭ്യന്തര വകുപ്പ് പോലീസുകാർക്കെതിരെ പറയുമ്പോൾ, P ശശിക്കെതിരെ പറയുമ്പോൾ മൊത്തമായിട്ട് അത് ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് രംഗത്ത് വരും. അത് മുഖ്യമന്ത്രിക്ക് ദോഷമായിട്ട് മാറും. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ ബ്രാഞ്ച് മുതൽ തുടങ്ങിയിട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങൾ വലിയ ചർച്ചയായിട്ട് മാറും. ഇതൊക്കെ വേണമെങ്കിൽ ആ രീതിയിൽ പോലും ഒരു യുക്തിയുണ്ട്. ഇത് ശ്രീകുമാർ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള യുക്തിയും ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ അൻവർ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടില്ല, അൻവർ P ശശിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അൻവറിൻ്റെ മാത്രം താല്പര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ അൻവർ മറ്റാരുടെയൊക്കെങ്കിലും താല്പര്യത്തിലൊക്കെ ആയിരിക്കും ശശിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പോലീസുകാരുടെ ഒരു തെറ്റായ കൂട്ടുകെട്ടിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ആരോപണം. തീർച്ചയായിട്ടും അതൊരു വലിയ ആരോപണം തന്നെയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന അൻവർ പലതവണ പറഞ്ഞ കാര്യം ഇതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നുള്ളതാണ്. അത് ആ വാക്ക് അദ്ദേഹം ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്കറിയാം മുഖ്യമന്ത്രിയിലേക്കുള്ളൊരു നീക്കമാണ്. പക്ഷേ P ശശിയുടെ അടുത്ത് പറഞ്ഞിട്ടും, ഞാൻ നേരിട്ട് ഇക്കാര്യം അജിത് കുമാറിനെതിരെയും സുജിദാസിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല. അതിനെക്കുറിച്ച് പരിഗണിക്കാമെന്ന് പോലും പറഞ്ഞില്ല. ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിച്ചില്ല. ഒരു MLA പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കൊടുത്തില്ല എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് ഉന്നയിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ സുജിദാസിനെതിരെ ഒതുക്കാൻ വേണ്ടിയിട്ട് അൻവർ നടക്കണമെന്നില്ല. കാരണം അൻവറിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് ഞാൻ എക്കാലത്തും DGP ആയാൽ പോലും താങ്കളുടെ പാദസേവകനായിട്ട് നിന്നുകൊള്ളാം എന്ന് ഫോണിൽ വിളിച്ച് പറയുന്ന ഒരാൾക്കെതിരെ പറയേണ്ടല്ലോ. പക്ഷേ ആ സുജിദാസിൻ്റെ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കടുത്ത വിരോധമുള്ള, അദ്ദേഹത്തിന് കടുത്ത എതിർപ്പുള്ള ആളെ എക്സ്പോസ് ചെയ്യണം. അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ശശിയാണ്. വെറും അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGPയുടെ മാത്രം കാര്യമല്ല, ഇത് ശശിയുടെ സംരക്ഷണ കൂടിയുണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് അത് തടയാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക അൻവറിനുണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു, പക്ഷേ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം ഇത് പല കാര്യങ്ങൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഈ വലിയ പരിക്ക് പാർട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ, സർക്കാരിനെതിരെ ഉണ്ടാവാതിരിക്കാനൊക്കെ തൽക്കാലം മൂടി വയ്ക്കുന്ന രീതി ഉണ്ടാകും. പൊതുവേ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പോലും പാടില്ല. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് പാർട്ടിയിലോ അല്ലെങ്കിൽ സർക്കാരിലോ നിൽക്കുന്ന ഒന്നായിട്ട് മാറില്ല. നമ്മളതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും ചർച്ചയിൽ പറഞ്ഞതാണ്. ഇവിടെ കസ്റ്റംസ് ഇപ്പോൾ ഈ സുജിദാസ് നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതയായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ടീമിനെ നിശ്ചയിച്ചു. ഇവിടെ ഇപ്പോൾ തന്നെ വിജിലൻസ് പരാതികൾ വന്നിട്ടുണ്ട്. അത്തരം അത് സംബന്ധിച്ച് വിജിലൻസിന് കേസ് എടുത്തില്ലെങ്കിൽ പോലും ആളുകൾക്ക് കോടതിയിൽ പോകാം. ഇത് തുറന്നിട്ട വാതിലായിട്ട് മാറിയിട്ടുണ്ട്. അത് അൻവർ ചെയ്ത് നല്ല കാര്യമാണ്. CPM-ന് പോലും സത്യത്തിൽ തെറ്റ് തിരുത്തൽ എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായിട്ട വാക്കല്ല എങ്കിൽ, ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ തിരുത്താനുള്ളൊരു അവസരം അത് ബ്രാഞ്ചിൽ തൊട്ട് തന്നെ തുടങ്ങണം. ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ചർച്ചകളിലൂടെയാണ് അത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കും മറ്റും വരുന്നത്. സംസ്ഥാന സമ്മേളനം വരുമ്പോൾ അവിടെ വരുന്ന പാർട്ടി കോൺഗ്രസിൽ പോലും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ശ്രീകുമാർ, താങ്കളുടെ മറുപടി സമയം കുറവായതുകൊണ്ടാണ്. നോക്കും ഗോപികൃഷ്ണൻ, VD സതീശൻ പറയുന്നതും എൻ ശ്രീകുമാർ പറയുന്നതും നോക്കണ്ട. ഞാനൊരു ഇടതുപക്ഷത്തെ നിരീക്ഷിക്കുന്ന ഒരു പത്രപ്രവർത്തകനായ കോൺഗ്രസ്സുകാരനാണ്. വ്യത്യാസമുണ്ട് അതിന്റെ അഭിപ്രായം. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എത്ര വർഷമായി? എനിക്ക് തോന്നുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താന്ന് തോന്നുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയത്. എന്നിട്ട് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും വഴിയൊരുക്കുമ്പോഴാണോ ഇപ്പൊ ആരോപണം വരുന്നത്? അങ്ങനെയാണ് പാർട്ടി എന്താ ചെയ്യേണ്ടത്? ശശിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കണം. ശശിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് പാർട്ടി എന്താ പ്രസ്താവന ഇറക്കാത്തത്? ഇവിടെ മുഖ്യമന്ത്രി ശുദ്ധനാണ്, മുഖ്യമന്ത്രി തെറ്റുകാരനല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി തെറ്റുകാരനല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ് ഇടത് MLA യുടെ ആരോപണം. അല്ലാതെ റോഡിലെ കുഴികളുള്ള റിയാസിന്റെ വകുപ്പിനെ കുറിച്ചല്ല.
വേറെ ഒരു വകുപ്പിനെ കുറിച്ചും അദ്ദേഹത്തിന് ആരോപണമില്ല. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഒരു ഇംഗ്ലീഷ് വാരികയിലെ ശശി അഭിമുഖം കൊടുക്കുന്നത്, ഞാൻ SFIക്കാരനാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ശശി കുറ്റക്കാരനല്ലെന്ന് പാർട്ടിക്ക് തോന്നിയാൽ പാർട്ടി സെക്രട്ടറി വരണം, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുൾമുനയിൽ നിർത്താൻ പാടില്ല. അങ്ങനെ പാർട്ടിക്ക് പറയാമല്ലോ, എന്താ പറയാത്തത്? അപ്പൊ ഇതാ പറഞ്ഞ സംശയങ്ങൾ എന്തിനാ പാർട്ടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ആ സംശയങ്ങൾ നീക്കൂ, പാർട്ടിയോട് നീക്കൂ. സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എത്ര കാലമായി ശശി? അത് എനിക്ക് അത് അപ്പൊ ഇത്ര വർഷമായില്ലേ? ഈ ബ്രാഞ്ച് സമ്മേളനമൊക്കെ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണോ ശശിക്കെതിരെ ആക്ഷേപം ഉയരേണ്ടത്? ശശി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയെങ്കിലും ഞാനൊരു രാഷ്ട്രീയ നേതാവാണെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നത് ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിലല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ പാർട്ടി പ്രസ്താവന ഇറക്കണം. ശ്രീ സജീവൻ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല, അത് നിരർത്ഥകമാണ് എന്ന് പറയണം. ശരി, ഏതായാലും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ അത് ആഭ്യന്തര വകുപ്പിനും പോലീസിന്റെ ഇടപെടലുകൾക്കുമെതിരെയാണെങ്കിൽ അത് ആത്യന്തികമായി ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ആലോചനകളിൽ എന്ത് തീരുമാനമാണ് വരാൻ പോകുന്നത്? ഇതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.